പൊങ്കലായിട്ട് നമുക്ക് നല്ലൊരു ചക്കര പൊങ്കൽ ഉണ്ടാക്കാം. ചെറുപയർ പരിപ്പും പച്ചരിയാണ് വേണ്ടത്. പരിപ്പ് ആദ്യം ഒന്ന് ചെറുതായിട്ട് നല്ലൊരു മണം വരുന്നത് വരെ വറുത്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് പച്ചരിയും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നാവുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചൊരു 3 വിസിൽ വരുന്നവരെ വേവിക്കാം. വേണമെങ്കിൽ ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കാം. ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്കും ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് അരിയും പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വരട്ടിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തിട്ട് ചക്കര പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ലൊരു ചക്കര പൊങ്കൽ തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. റെസിപ്പിയോ മെഷർമെൻറ്റ്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അയച്ചു തരാം.